നമസ്കാരം, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ ആൻഡ് വയർമാൻ ട്രേഡുകളിൽ പഠിക്കുവാനുള്ള വാക്വം സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ചാണ്. എന്താണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ? എങ്ങനെയാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കൂടാതെ അതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചും ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചും പരിശോധിക്കാം. വാക്വം സർക്യൂട്ട് ബ്രേക്കർ. In this circuit breaker, vacuum is used as arc quenching medium. Vacuum has highest insulating strength and superior arc quenching properties than any other medium. അതായത് ആർക്ക് ക്വഞ്ചിങ്ങിന് വേണ്ടി വാക്വം ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറിന് പറയുന്ന പേരാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ. വാക്വം ആർക്ക് ക്വഞ്ചിങ് മീഡിയമായി ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിന് ഹയസ്റ്റ് ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കും. അതായത് ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് വാക്വത്തിന് കൂടുതലാണ്. കൂടാതെ വാക്വത്തിൻ്റെ ആർക്ക് ക്വഞ്ചിങ് പ്രോപ്പർട്ടീസ് മറ്റു മീഡിയത്തിനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിളിനെ കുറിച്ച് നോക്കാം. When the contact of breaker are opened in vacuum, an arc is produced between the contact by the ionization of metal vapor of contact. The arc is quickly extinguished because the metallic vapors, electrons and ions produced during arc rapidly condense on the surface of the circuit breaker contacts. Due to this, the dielectric strength is recovered. വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്വത്തിൻ്റെ അളവ് 10⁻⁻7 to 10⁻⁵ ടോർ ആയിരിക്കും. സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്റ്റ് ഓപ്പൺ ആകുമ്പോൾ ആർക്ക് ഉണ്ടാകുന്നു. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. കോണ്ടാക്റ്റുകളുടെ ടിപ്സ് മെറ്റാലിക് വേപ്പറൈസേഷൻ സംഭവിക്കുകയും അതിൻ്റെ ഫലമായി അയണൈസേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അയണൈസേഷൻ ഉണ്ടാകുമ്പോഴാണ് ആർക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ആർക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യപ്പെടും. കാരണം ആർക്ക് ഉണ്ടാകുന്ന സമയത്തുള്ള മെറ്റാലിക് വേപ്പറും, അതായത് കോണ്ടാക്റ്റിൻ്റെ ടിപ്സിൽ നിന്നും വരുന്ന മെറ്റാലിക് വേപ്പറും ഇലക്ട്രോൺസും അയോൺസും എല്ലാം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കോണ്ടാക്റ്റിൽ സാന്ദ്രീകരിക്കപ്പെടുന്നു. ഇതിൻ്റെ ഫലമായി കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുന്നു. ആർക്കുണ്ടാകുന്ന സമയത്ത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കുറയും. ഈ മെറ്റാലിക് വേപ്പറും ഇലക്ട്രോൺസും അയോൺസും എല്ലാം കോണ്ടാക്റ്റിൽ സാന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വാക്വം ആയതിനാൽ ഓക്സിജൻ ഉണ്ടായിരിക്കുകയില്ല. ഇതുകൊണ്ട് ആർക്ക് പെട്ടെന്ന് തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. വാക്വം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടിപ്പിക്കൽ ഫിഗറാണ്. ഇതിൽ ഉള്ളത് ഒരു മൂവിംഗ് മെമ്പർ, ഒരു ഫിക്സർ മെമ്പർ, ആർക്ക് ഷീൽഡ് എന്നിവയാണ്. ഒരു ഇൻറ്ററപ്ഷൻ ചാമ്പറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇൻഡക്ഷൻ ചാമ്പർ
വാക്വം ആയിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെല്ലോസ് ഉപയോഗിച്ച് മൂവിംഗ് ചാമ്പർ അല്ലെങ്കിൽ മൂവിംഗ് കോണ്ടാക്റ്റ് കൺട്രോൾ മെക്കാനിസവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഈ സംവിധാനം ഒരു ഇൻസുലേറ്റിംഗ് വെസലിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വെസൽ ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലാസോ അല്ലെങ്കിൽ സെറാമിക്കോ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഗ്ലാസ് വെസല് അല്ലെങ്കിൽ സെറാമിക്കൽ വെസലാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളിലും വാക്വം ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ സംവിധാനമെല്ലാം ഒരു സീൽഡ് കൺസ്ട്രക്ഷനിൽ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ആർക്കിംഗ് സമയത്ത്, അതായത് ആർക്ക് ഉണ്ടാകുമ്പോൾ ഔട്ടർ ഇൻസുലേറ്റിംഗ് കവറിലേക്ക് മെറ്റാലിക് വേപ്പർ പതിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഈ മെറ്റാലിക് വേപ്പർ വാക്വത്തിൽ വന്നു കഴിഞ്ഞാൽ വാക്വത്തിന്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് കുറയും. ഡൈലക്ട്രിക് സ്ട്രെങ്ത് കുറയുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കായി ആർക്കിംഗ് ടൈം കൂടും, അല്ലെങ്കിൽ ആർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഈ മെറ്റാലിക് വേപ്പറിനെ ഇൻസുലേറ്റിംഗ് വെസലിലേക്ക് വീഴുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ആർക്കിംഗ് ഷീൽഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ ജനറൽ കൺസ്ട്രക്ഷൻ. എന്തെല്ലാമാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ കൺസ്ട്രക്ഷൻ ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി പറയാം. ഫിക്സഡ് മെമ്പർ, മൂവബിൾ മെമ്പർ, ആർക്ക് ഷീൽഡ്, ഇൻസുലേറ്റിംഗ് വെസൽ, അതേപോലെ ഫിക്സഡ് കോണ്ടാക്റ്റ്, മൂവിംഗ് കോണ്ടാക്റ്റ്. മൂവിംഗ് മെമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബെല്ലോസ്. ഈ ബെല്ലോസ് കൺട്രോൾ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ബെല്ലോസ് നിർമ്മിച്ചിട്ടുള്ളത്. അടുത്തതായി വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് നോക്കാം. When the breaker operates, the moving contact separates from the fixed contact and an arc is struck between the contacts. The production of arc is due to the ionization of metal ions. The arc is quickly extinguished because the metallic vapors, electrons and ions produced during arc is diffused in a short time and seized by the surface of moving and fixed member and shields. Since vacuum has very fast rate of recovery of dielectric strength, the arc extinction in a vacuum circuit breaker occurs in short contact separation. ഫോൾട്ട് കണ്ടീഷനിൽ ബ്രേക്കർ ഓപ്പറേഷൻ നടക്കുമ്പോൾ മൂവിംഗ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്നും അകലുന്നു. ഈ സമയത്ത് ആർക്ക് ഉണ്ടാകും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്റ്റുകൾക്കിടയിലെ അല്ലെങ്കിൽ കോണ്ടാക്റ്റുകളുടെ ടെർമിനലുകൾക്കിടയിലെ മെറ്റൽ അയോൺസിന്റെ അയണൈസേഷൻ കാരണമാണ് ഇങ്ങനെ ആർക്ക് ഉണ്ടാകുന്നത്. ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആർക്ക് വളരെ പെട്ടെന്ന്
എക്സ്റ്റിങ്ക്വിഷ് ചെയ്യപ്പെടും, അതായത് വർക്ക് ഇല്ലാതെ ആവും. ഇതിന്റെ കാരണം ആർക്ക് ഉണ്ടാകുന്നതിന് കാരണമായ മെറ്റൽ അയോൺസും ഇലക്ട്രോൺസും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് കോണ്ടാക്റ്റുകളിലേക്കും ആർക്ക് ഷീൽഡിലേക്കും വ്യാപിച്ച് സാന്ദ്രീകരിക്കപ്പെടുന്നു. ഇതുകൊണ്ട് പിന്നെ അവിടെ ആർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആർക്ക് ഉണ്ടാകാൻ കാരണമായ അയോൺസ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യപ്പെടും. ഒരു വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ മൂവിംഗ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്നും ഏകദേശം 0.625 അതായത് 0.625 സെന്റിമീറ്റർ അകലത്തിലേക്ക് വരുമ്പോഴേക്കും തന്നെ ആർക്ക് ഇല്ലായ്മ ചെയ്യപ്പെടും. ഇത്തരം വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ ട്രിപ്പിംഗ് ടൈം 1 സെക്കൻഡ് മുതൽ 2 സെക്കൻഡുകൾക്ക് ഉള്ളിലായിരിക്കും. അതായത് ട്രിപ്പിംഗ് ടൈം വളരെ കുറവാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്. ഇതാണ് വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ വർക്കിങ്ങിനെ കുറിച്ച് പറയുവാനുള്ളത്. ഇനി നമുക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. These circuit breakers are compact, reliable and have longer life. Next point, there is no fire hazard. തീപിടുത്തത്തെ സഹായിക്കുന്ന ഒന്നും തന്നെ വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, there is no generation of gas during and after operation. സർക്യൂട്ട് ബ്രേക്കറിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുമ്പോഴോ ഫയറിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അപകടകരമായ ഗ്യാസുകളൊന്നും ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഓപ്പറേഷൻ സമയത്ത് ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, they can interrupt any fault current. വളരെ ഹൈ ഫാൾട്ട് കറണ്ടിനെ ഇന്ററപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഇത്തരം സർക്യൂട്ട് ബ്രേക്കറുകൾക്ക് ഉണ്ടായിരിക്കും. വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് റിക്വയർ ലിറ്റിൽ മെയിൻ്റനൻസ് ആൻഡ് ആർ ക്വൈറ്റ് ഇൻ ഓപ്പറേഷൻ. മെയിൻ്റനൻസ് കുറവായിരിക്കും, അതുപോലെ ക്വൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കും വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്. നെക്സ്റ്റ് പോയിന്റ്, they can withstand lightning surges. ലൈറ്റിനിങ് സർജസിനെ അതായത് ഇടിമിന്നലിനെ താങ്ങാനുള്ള കഴിവ് വാക്വം സർക്യൂട്ട് ബ്രേക്കറിന് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, they have low arc energy. ആർക്ക് എനർജി ഇത്തരം സർക്യൂട്ട് ബ്രേക്കറുകളിൽ കുറവ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, they have low inertia and hence require smaller power for control mechanism. അതായത് ഈ സർക്യൂട്ട് ബ്രേക്കറിന്റെ കൺട്രോൾ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പവർ കുറവായിരിക്കും. അതായത് ഓൺ ഓഫ് കൺട്രോൾ മെക്കാനിസം അല്ലെങ്കിൽ ട്രിപ്പിംഗ് കൺട്രോൾ മെക്കാനിസം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആവശ്യമായി വരുന്ന പവർ മറ്റുള്ള സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. വാക്വം സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ യൂസ്ഡ് ഫോർ application ranging from 22 kV to 66 kV. സാധാരണ 22 kV മുതൽ പരമാവധി 66 kV വരെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുകയുള്ളൂ. 66 kV വാക്വം സർക്യൂട്ട് ബ്രേക്കറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഹൈ കോസ്റ്റ് ആവശ്യമായി വരും.
കാരണം ഒരു സർക്യൂട്ട് ബ്രേക്കർ കൊണ്ട് 66 kVയിലൊന്നും ട്രിപ്പിംഗ് മെക്കാനിസം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 2 സർക്യൂട്ട് ബ്രേക്കർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പോയിന്റ്, സിൻസ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഈസ് എ മെയിൻ്റനൻസ് ഫ്രീ സർക്യൂട്ട് ബ്രേക്കർ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ മെജോറിറ്റി ഓഫ് അപ്ലിക്കേഷൻ ഇൻ റൂറൽ ഏരിയ. മെയിൻ്റനൻസ് കുറവായ സർക്യൂട്ട് ബ്രേക്കർ ആയതുകൊണ്ട് റൂറൽ ഏരിയയിലെ ആപ്ലിക്കേഷന് വേണ്ടി വാക്വം സർക്യൂട്ട് ബ്രേക്കറാണ് സാധാരണ ഉപയോഗിക്കൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ അറ്റ് വോൾട്ടേജ് എക്സീഡിങ് 38 kV. അതായത് 38 kVക്കൊക്കെ മുകളിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുമ്പോൾ അൺഎക്കണോമിക്കൽ ആയിരിക്കും. അതായത് കൂടുതൽ കോസ്റ്റ് ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ് പോയിന്റ്, ദി കോസ്റ്റ് ഓഫ് വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഈസ് എക്സസീവ് അറ്റ് ഹയർ വോൾട്ടേജ്. This is due to the fact that at a high voltage above 38 kV, more than 2 number of circuit breakers connected in series. അതായത് വോൾട്ടേജ് കൂടുമ്പോൾ 38 kVക്ക് മുകളിലൊക്കെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കണമെങ്കിൽ 2 സർക്യൂട്ട് ബ്രേക്കർ എല്ലാം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലേ നമുക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കർ അത്ര ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കോസ്റ്റ് കൂടുമെന്ന് പറയാനുള്ള കാരണം. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്താണ്, വാക്വം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, വാക്വം സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പ്രധാനമായും എങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്നെല്ലാമാണ് നോക്കിയത്. ഓക്കെ, താങ്ക് യു.